എല്ലാ കൂട്ടുകാർക്കും സോനു നികേഷ് വ്ളോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങൾ ഓണം കഴിഞ്ഞതിന്റെ ശേഷം സോനുവിന്റെ വീട്ടിലേക്ക് പോവാണ്. അപ്പം സോനുവിന് ഓഫ് ഉണ്ടായിരുന്നില്ല അതിന്റെ മുമ്പ്. അപ്പൊ ഇപ്പൊ ഓണം കഴിഞ്ഞപ്പോഴാണ് ഓഫ് വന്നത്. അപ്പൊ ആ ഓഫിന് അമ്മച്ചിനി അച്ചായിന്റെ അടുത്തേക്ക് പോവാണ്. എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കണു. ഓണമൊക്കെ എല്ലാവരും അടിച്ചു പൊളിച്ചു എന്ന് വിചാരിക്കണു. സോനു, അതെ, ഓണത്തിന് മുമ്പ് അവരൊരു തവണ ഇങ്ങോട്ട് വന്നെന്ന് വിചാരിച്ച, പക്ഷെ ചില പ്രത്യേക സാഹചര്യത്തിൽ അവർക്ക് വരാൻ പറ്റിയില്ല. അതുകൊണ്ട് ഞങ്ങളുടെ ഓണം ഇവിടെ തന്നെയായിരുന്നു. അതുകൊണ്ടാണ് പിന്നെ ഞങ്ങള് അവരെ കാണാൻ അങ്ങോട്ട് പോവാന്ന് വിചാരിച്ചല്ലേ. അതെ, അപ്പൊ ഞങ്ങളിപ്പോ അങ്ങോട്ട് ഇറങ്ങുകയാണ്. അമ്മച്ചി അവിടെ ഞങ്ങളെ കാത്തിരിക്കുകയാണ്. അപ്പൊ നമുക്കിനി കാണാം, അവിടെ എത്തിയിട്ടും കാണാം. ഇത് വളഞ്ഞു കുറേ വലിയ തിരക്കൊന്നുമില്ല. പിന്നെ ടൈറോയ്ഡ് മാത്രം ഇച്ചിരി കൂടുതലുണ്ട്, ശകലം. ഇപ്പൊ 4 തൊട്ടിട്ട് രാത്രി 1:30 വരെ. അമ്മ പിന്നെ എന്താ വെച്ചാലേ ഇപ്പൊ അടുത്ത കാലത്തായിട്ട് അവിടെ ഒരു പൂച്ചക്കുട്ടി വന്നിരുന്നു. അതിനായിട്ട് ഭയങ്കര അടുപ്പായി. സാധാരണ ഇങ്ങനെ കേറി വന്നതാ എവിടുന്നോ. അപ്പൊ മറ്റുള്ളവരെ കൂട്ടിയിട്ട് ഇതിനിങ്ങനെ ആക്രമിക്കുന്നു. അപ്പൊ അത് കണ്ടിട്ട് അമ്മ ഓടിപ്പോയി അതിനെടുത്തതാ. അതിന്റെ ശേഷം അമ്മ അതിനായിട്ട് ഭയങ്കര അടുപ്പായി. അത് അമ്മ പോന്നിട്ട് അത് അവിടെ കരക്കിച്ചിട്ട് ഓടി അവിടെ ബാക്കിൽ ചെറിയൊരു വീടുണ്ട് ഞങ്ങളുടെ തന്നെ ചെറുത്. അപ്പൊ അത് വാടകയ്ക്ക് കൊടുത്തിരിക്കുക. അത് അമ്മയ്ക്ക് തുണയ്ക്കുന്നുള്ള രീതിയില്. അപ്പൊ അവര് എന്തിനാ എല്ലാടെ അതെ മീനാ. എപ്പോഴും പറയണേ ഏതെങ്കിലും ഒരു കൂട്ടം ഉണ്ടാക്കിയാൽ അല്ല, ഇറച്ചി മീൻ എല്ലാടെ വേണ്ടെന്ന്. കൊറേ കറി ഉണ്ട്. ഇത് ഓണത്തിന് ഉണ്ടാക്കിയതാ അല്ലേ? ചമ്മന്തിപ്പൊടി ഫ്രിഡ്ജ് വെക്കുവോ? അത് മതി, അതൊക്കെ ഇച്ചിരി അല്ലേ തൊട്ട് കൂട്ടുമല്ലേ ഉള്ളൂ. ഞങ്ങളെത്തി, ഇവിടെ സോനുവിന്റെ വീട്ടിലെത്തി. അച്ചായി അമ്മച്ചിയൊക്കെ ആയിട്ട് വർത്താനം പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ അമ്മച്ചി ഇതേ ഫുഡൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് ടേബിളിന്റെ മുകളില്. എല്ലാ പ്രാവശ്യത്തെയും പോലെ തന്നെ ഇറച്ചിയും മീനും ഒക്കെ നിരത്തി വെച്ചിട്ടുണ്ട് അമ്മച്ചി. അപ്പൊ നമ്മളിനി കഴിക്കാൻ പോവാണ്. കഴിച്ചിട്ട് നമുക്ക് ഒരു സ്ഥലം വരെ പോകാനുണ്ട്. അപ്പൊ പറയാം. മനു വരട്ടെ, മനു വന്നിട്ട് വേണം നമുക്ക് ഒരു സ്ഥലത്തേക്ക് പോകാനുണ്ട്. അപ്പൊ നമുക്ക് കഴിക്കാം. ശരി, അമ്മച്ചി എല്ലാ തവണത്തെ പോലെ സദ്യ ഒരുക്കി വെച്ചിട്ടുണ്ട് ഇവിടെ. അത്രയും ചോറിനെയല്ല നികേഷ് ചേട്ടാ? അത് ദൂർ ചോറാ. അമ്മച്ചി കിളിമീനുണ്ട്, പയറുപൂറിനുണ്ട്, കൊഴുവയുണ്ട്, ചിക്കനുണ്ട്, പപ്പടം ഒക്കെ വയ്യ. അത് ചമ്മന്തിപ്പൊടി ഒന്ന് തേച്ച് നോക്കി എങ്ങനെയുണ്ടെന്ന്. അത് ഇഞ്ചിക്കറി ഓണത്തിനുണ്ട്. അത് ഞാൻ എടുത്തോളാം. നല്ല കഷ്ണം നോക്കി എടുത്തു കൊടുക്ക. ചാറുണ്ടോ? ചാറ് പറ്റി പോവാ അമ്മച്ചി എന്ന് വെച്ചാലും ഫോണവിടെ കൊണ്ടിടും. പ്ലേറ്റ് ഇച്ചിട്ട് വലുതെടുക്കണമായിരുന്നോ? കൊച്ചു കഴിച്ചോ? അമ്മച്ചിക്ക് കഴിക്കുന്ന സമയമായിരുന്നു അമ്മച്ചി ഇപ്പം 12 അമ്മച്ചിക്ക് കാറ്റ് കയറുമല്ലേ കേട്ടെ. നേരത്തെ 1 മണിയാകുമ്പോൾ അമ്മച്ചി ഭക്ഷണം കഴിച്ചു. ഇപ്പൊ അമ്മച്ചിക്ക് ഗുളിക മാറിയ പിന്നെ ഷുഗർ കുറയണതാ. എന്നാലും 12 അമ്മച്ചി കാറ്റ് കയറും. പിന്നെ അച്ചായനെ ഇവിടെ എത്തിച്ച അമ്മച്ചി ഭക്ഷണം കഴിക്കാം. 1 മണിക്ക് കഴിക്കും. ചിക്കൻ നല്ല അത് തീരുമ്പോ എടുത്ത് കഴിച്ചോട്ടോ. എനിക്ക് എല്ലാടെ വേണ്ട. കൂട്ടിക്കോ ഇതേ കൂട്ടിക്കോടാ. അത് നെയ്ച്ചാറ് വെച്ചിട്ടുണ്ട്. കഴിച്ചോ. ഇപ്പൊ കഴിക്കുകയല്ല, 1 മണി കഴിക്കുമ്പോ ഇങ്ങനെ ഭക്ഷണം കഴിച്ചാൽ പോലെ ഇച്ചിരി കഴിക്കണം. മറ്റേ ഐറ്റംസ് ഒക്കെ കുറെ കഴിക്കണേ
ചോറ് കുറച്ച് കഴിക്കാം. നല്ലല്ലേ നമുക്ക് ഫ്രിഡ്ജ് കയറ്റി വെച്ചു, അല്ലെങ്കിൽ ചില ടേസ്റ്റ് വന്നോണ്ടാ. ഇഷ്ടമായ ചമ്മന്തിപ്പൊടി അല്ലേ? എന്നാടി പിന്നെ കഴിച്ചിട്ടാണ് അമ്മക്കൊക്കെ കൂട്ടാം. ഞങ്ങള് ചോറിണ്ടിട്ട് അങ്ങയുടെ റൂമിലെത്തി. ഇനിയൊന്ന് കിടക്കണം. ഞാൻ ഒട്ടും ഉറങ്ങിയില്ല, നൈറ്റ് ഷിഫ്റ്റ് ആയിരുന്നു. ഒരു 3 മണിക്കൂറെ കഷ്ടിച്ച് ഉറങ്ങിയുള്ളൂ. എന്നിട്ട് എണീറ്റ് പോകുന്ന അല്ലേ? കുറച്ചു നേരം കിടന്ന് ഉറങ്ങിക്കാം. എന്നിട്ട് ഞങ്ങക്ക് ഒരു സ്ഥലത്ത് പോവാൻ മനു മന്നം. അപ്പൊ ഒന്ന് കിടക്കട്ടെ എന്നാ. ഉറങ്ങി എണീറ്റു. ഇച്ചിരി നേരമൊക്കെ കിടന്നു. ഉറങ്ങാൻ പറ്റിയില്ല, ഇടയ്ക്ക് കറണ്ട് പോയി. അതുകൊണ്ട് അച്ചായത് പാല് മേടിക്കാൻ പോവാ. അത് കുഴപ്പമൊന്നുമില്ല. എല്ലാരും വീട്ടിൽ ഇരിക്കുമ്പോ ഇങ്ങനെയൊക്കെയാ നിക്കണേ. ഞങ്ങളും അതായത് വീട്ടിൽ ഇരിക്കുമ്പോ അങ്ങനെ തന്നെയാ. നിങ്ങൾ രണ്ടുപേരും സുന്ദരക്കുട്ടന്മാരാണ്. നല്ല ടിപ്പ് ടോപ്പില് ഫ്ലാറ്റിൽ ഇരിക്കുന്ന പോലെയാണ് ഞങ്ങൾ ഈ നാട്ടിൻ പുറത്ത്. എല്ലാരും ഇങ്ങനെയൊക്കെ തന്നെയാ. മഴ തുരുപ്പൊക്കെ കയറണം, അങ്ങനെയൊക്കെയാണ്. ഞാനും ഒറ്റായി മഞ്ഞുള്ളൂ, നമുക്ക് പറ്റുമില്ല എന്നൊക്കെ പറഞ്ഞു. അതൊന്നും പറ്റിയെന്ന് പറഞ്ഞു. മേഡം ജോലിക്കൊക്കെ നല്ല വീട്ടിൽ വേണേൽ കൊണ്ടുപോകും. അത് സെറ്റിലൊന്നും ആവാൻ പറ്റിയായിരുന്നു. ഇപ്പൊ തന്നെ അറ്റാക്ക് ഞങ്ങൾക്കൊന്നും പറ്റിയില്ല. എന്നാലും പിന്നെ ആരെങ്കിലും വീട്ടിൽ വേണ്ടേ? അപ്പൊ ആരെങ്കിലും വീട്ടിൽ വേണമെങ്കിൽ നമുക്കൊരു ധൈര്യക്കുറവാണ്. ഈ അസുഖമുണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. അസുഖങ്ങളുള്ളതുകൊണ്ടാണ് അറ്റാക്കും പ്രായമാകുമ്പോൾ തോറും നമ്മുടെ മനസ്സിന് ധൈര്യം കുറയില്ല. പിന്നെ അമ്മയ്ക്ക് എന്നും ഈ അസുഖങ്ങളൊക്കെ കാരണം അമ്മനൂടെ മഞ്ഞൂടെ ഉണ്ട് ഞങ്ങൾക്ക് ധൈര്യം. കാരണം തോന്നും ഇല്ലാത്തതിന്റെ ബുദ്ധിമുട്ട് ഞങ്ങൾ അറിയുന്നില്ല. ഇപ്പം തോന്നും വന്നില്ലേലും ഇപ്പൊ കുഴപ്പമില്ല. ഇപ്പം ഇവിടെ ഉള്ള കാരണേ ഇവൻ പോയിട്ട് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് മഞ്ഞ് പോണ കാര്യം വേണം. വേറെ ഒന്നുമല്ല, പോണമൊക്കെ എനിക്കിഷ്ടമാണ്. പക്ഷെ നമ്മൾ തന്നെ ആവുമ്പോഴേ ഒരു ധൈര്യക്കുറവാണ്. അതാ ഞങ്ങളങ്ങനെ ഇനി കൂത്താടിലും ടൗൺ വരെ പോവാണ്. നികേഷന്റെ ഇഷ്ടപ്പെട്ട ഒരു കടയുണ്ട്, അവിടെ പോയി ചായയുടെ ഇതൊക്കെ കഴിക്കാം അല്ലേ? ആ ബസ് സ്റ്റാൻഡിന്റെ അവിടെ ചെറിയ കടയുണ്ട്. അപ്പൊ എപ്പോ വരുമ്പോഴും അവിടെ പോകും ഞങ്ങള്. അവിടുത്തെ പരിപ്പ് വടയും പിന്നെ ഒരു വെളുത്തിട്ട് മധുരമുള്ളൊരു സാധനമുണ്ട്. എന്തായാലും വട്ടയപ്പം. അത് നല്ല ടേസ്റ്റാ. അത് ഇങ്ങനെ എപ്പോ അവിടെ വരുമ്പോഴും എനിക്ക് അങ്ങോട്ട് പോകാൻ തോന്നും. എനിക്ക് മടിയായിരുന്നു പോവാൻ. ഞാൻ നേരത്തെ വിളിച്ച് നിർബന്ധിച്ചോണ്ട് പോവാൻ. പോയിട്ട് വരാം. അതെ. അപ്പൊ അവർക്ക് 12 തൊട്ട് 2 വരെയാ ഡെലിവറി ടൈം. മനു ജോലി കഴിഞ്ഞ് വന്നു. ഞങ്ങളിത് ചായ പരിപ്പുവടയും കഴിക്കാണ്. അമ്മച്ചി പറഞ്ഞിറച്ചി കഴിക്കുമോ? അമ്മച്ചി നേരത്തെ കഴിക്കലായിരുന്നു കേട്ടോ. അച്ചായുടെ വീട്ടിൽ ഞാൻ കല്യാണം കഴിച്ചിട്ട് വന്നു കഴിഞ്ഞപ്പോ ഇവനെ ഗർഭിണിയായിരുന്നപ്പോ അച്ചായുടെ അമ്മ നിർബന്ധിച്ച് ഒന്ന് തിന്നു. അവരുടെ വീട്ടിൽ എന്നും വന്നു ഇറച്ചിയാ. അച്ചായുടെ വീട്ടിൽ അതുകൊണ്ട് ഇപ്പൊ അമ്മച്ചി കുറെ ആയിട്ട് ഒരിറച്ചിയും കൂട്ടണില്ല. അങ്ങനെ ഞങ്ങളൊക്കെ ആദ്യം പറഞ്ഞില്ലായിരുന്നു ഒരു സ്ഥലത്ത് പോവാന്ന്. അവിടെ അച്ചായുടെ അനിയന്റെ വീട്ടില് ഇവിടെ കയറി താമസമായിരുന്നു തിങ്കളാഴ്ച. അപ്പൊ ഞങ്ങൾക്ക് 2 പേർക്ക് ഒന്നും പോകാൻ പറ്റിയില്ല. അതുകൊണ്ട് ഇന്ന് ഓഫിന് വന്നപ്പോ ഞങ്ങൾ എല്ലാവരും കൂടി പോവാണ്. ഞാനും അമ്മച്ചി ചേട്ടൻ പിന്നെ അനിയനും ഉണ്ട്. അച്ചായി കുറച്ചു നേരം കഴിയുമ്പോ എത്തും അല്ലേ? അതെ. അപ്പൊ നമ്മൾ അങ്ങോട്ട് ഇറങ്ങുകയാണ്. ആദ്യമായിട്ടാണ് ഞാനും അവിടെ പോണത്. അപ്പം പുതിയ വീടിന്റെ ഇതാണ്. അപ്പൊ നമുക്ക് അവിടെ കാണാം. അതെ, അവിടെ അച്ചായി പിന്നാലെ വരും അല്ലേ? ഞാൻ ജനിച്ചു വളർന്ന സ്ഥലമാണ് അതവിടെ. വർഷങ്ങൾ ഞാൻ 3-4 വർഷമായി അങ്ങോട്ട് പോയിട്ട്. അപ്പൊ ഇനി അവിടെ പോവാണ്. അതാ വെയിലത്തല്ലേ കിടന്നു. ഇതാ പള്ളി. അതെ. നീഷേട്ട കണ്ടോ മൊത്തം കാട് തന്നെ റബ്ബറാ. ഓടിക്കളിച്ച് നടന്ന സ്ഥലങ്ങളാണ് ഇതൊക്കെ. ചെറുപ്പത്തിലെ ഇവിടെ വെള്ളം വീണ ഇതൊക്കെ ഉണ്ടായിരുന്നു. 5 വയസ്സായ പിന്നെ ഇവിടുന്ന് പോയെ. ഞാൻ 1ാം ക്ലാസ് പഠിച്ചോണ്ടിരിക്കുമ്പോഴല്ലേ ഇവിടെ നമ്മള് പോയത്. ആടിക്ക് വന്നിരുന്ന് ഞങ്ങളങ്ങനെ വീട്ടിലെത്തി. എല്ലാരും ഇച്ചിരി തിരക്കിലാണ്. കയറി താമസമൊക്കെ കഴിഞ്ഞതിന്റെ സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റവും ഇതൊക്കെ സാധനങ്ങളൊക്കെ വന്നുള്ളൂ അല്ലേ? അപ്പൊ അതിന്റെ ഇച്ചിരി തിരക്കിലാണ്.
ഇത് ഞാൻ ശരിക്കും ഞാൻ ജനിച്ചു വളർന്ന സ്ഥലമാണ്. എൻ്റെ ചെറുപ്പത്തിലെ ഇതെല്ലാം ഞാൻ 1ാം ക്ലാസ് ഉണ്ടായിരുന്നപ്പോൾ ഇവിടുന്ന് പോയി ഞങ്ങളിപ്പോൾ താമസിക്കുന്നിടത്തേക്ക് മാറിയത്. ഞാൻ ഇവിടെ വന്നിട്ട് ഇപ്പോൾ ഒരു 4 വർഷമായി. 4 വർഷം മുന്നേ ഞാൻ വന്നതാണ്. എന്നിട്ട് ഇപ്പോഴാണ് തന്നെ. ഈ സ്ഥലമൊക്കെ ഇഷ്ടപ്പെട്ടോ? നല്ല സ്ഥലമാണ്. ഭയങ്കര തന്നി നാട്ടിപ്പുറാണ്. അതെ, ഭയങ്കര ഉള്ളിലേക്കുള്ള ഒരു സ്ഥലമാണ്. ഒത്തിരി മരങ്ങളും ഒക്കെ ആയിട്ട്. ഇവിടെ ഒന്നും ഇത്രയും വർഷമായിട്ട് വലിയ മാറ്റമൊന്നും വന്നില്ല കേട്ടോ. പണ്ടത്തെ ഇതുപോലെ തന്നെ. അതെ, അതുപോലെ അരുവിയൊക്കെ ഒഴുകുന്നുണ്ട്. അതൊക്കെ പണ്ട് തൊട്ടുള്ള. നമുക്ക് കുറച്ച് നടക്കാം. അതെ, ഇവിടെ പിന്നെ വീടുകളും കുറവാണ്. ഒരു വീട് കഴിഞ്ഞ് കുറച്ചങ്ങ് ദൂരെ കഴിയുമ്പോൾ അടുത്ത വീട്. എന്നാലും ഉണ്ട്, അപ്പുറത്തേക്കൊക്കെ ഉണ്ട്. പണ്ട് നമ്മളിവിടെയൊക്കെ മീൻ പിടിച്ചും കളിച്ചുകൊണ്ടിരുന്ന സ്ഥലങ്ങളെ ഇതൊക്കെ. ഇപ്പോഴും അത് ഒരു മാറ്റമില്ല. ഇതുപോലെ തന്നെ ഇവിടെ ഉണ്ട്. അയ്യോ, ഇപ്പോഴും ഇവിടെയൊക്കെ ആൾക്കാർ അലക്കൊക്കെ ചെയ്യണ്ടെന്ന് തോന്നി. കണ്ടിട്ടുണ്ട്. ഞാൻ നികേഷേട്ടന് ഇതൊക്കെ സ്ഥലങ്ങളും ഇതൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കായിരുന്നു. ഒരു കാട്ടി വന്നാലും ഇല്ലേ? അതെ, നല്ല രസം. ആ അരുവിന്ന് വെള്ളം ഇറങ്ങി വന്നു ഇതൊക്കെ കാണാം. ഇതൊക്കെ നമുക്ക് എറണാകുളത്ത് ഫ്ലാറ്റിൽ താമസിക്കുന്നവർക്കൊക്കെ വല്ലപ്പോഴും വരുമ്പോൾ ഒരു നല്ല ആശ്വാസമാണ് അല്ലേ? നല്ല രസമായിരുന്നു. ഞാൻ വിളിച്ചായിരുന്നു. ഇപ്പൊ വരും. തീർച്ചയായിട്ടും ബോറടിച്ചിരിക്കാണ് ആകെ. എന്താ ഇപ്പൊ വരും. കൂത്താട്ടം വരെ പോയതാണ്. ഞങ്ങളിവിടെ വന്നപ്പോഴും ഭക്ഷണം കഴിക്കൽ തന്നെയാണ്. അങ്ങനെ പോണ സമയം ആയിട്ടുണ്ട്. സന്ധ്യ ആയിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇനി കുറച്ചു നേരം കഴിഞ്ഞിട്ട് പോവാന്ന് ഓർത്താ. 1-2 മണിക്കൂറായി നമ്മൾ വന്നിട്ട്. 2 മണിക്കൂർ കഴിഞ്ഞു. അങ്ങനെ ഇനി വീട്ടിൽ ചെന്നിട്ട് നേരെ കിടന്നുറങ്ങിയാൽ മാത്രമേ ഉള്ളൂ. ഞങ്ങളങ്ങനെ അവിടെ പോയി കുറേ ഇരുന്നു. 1-2 മണിക്കൂർ ഇരുന്നു. വന്നിട്ട് ഇവിടെ തിരിച്ച് വീട്ടിലെത്തി. 1-2 മണിക്കൂറല്ല, 4 മണിക്കൂർ ഇരുന്നു. ഞാന് ഇച്ചിരി മടുത്തു. കാരണം 1 മണിക്കൂറൊക്കെ ആയിരിക്കുള്ളൂ എന്ന് വിചാരിച്ചത്. 4 മണിക്കൂറൊക്കെ ഇരുന്നപ്പോ. അതെ, എന്നാലും അവരെല്ലാരും നല്ല സ്നേഹമുള്ളവരാണ്. അപ്പം ഭയങ്കര സന്തോഷമുണ്ട്. കുറേ നേരം ഇങ്ങനെ ഇരിക്കേണ്ടി വന്നപ്പോഴുള്ള ചെറിയൊരു മടിപ്പ് മാത്രമല്ല. അന്നത്തെ ദിവസം ഞാൻ തീർന്നു. ഇപ്പൊ രാത്രിയായി. ഇനിയിപ്പോ ഇനിയിപ്പോ നികേഷന് ഫുഡൊന്നും കഴിക്കില്ല. നേരെ കിടന്നാ മതി.
കുളിച്ച് അതെ, ഫ്രഷ് ആവണം. എനിക്കൊന്ന് കുളിക്കണം ഇനി, എന്നിട്ട് കിടക്കണം. ചിലപ്പോൾ ഞാൻ ചെറുതായിട്ട് എന്തെങ്കിലും കഴിക്കുമായിരിക്കും. കഴിച്ചോ? അതെ, ഓക്കെ. അപ്പം ഇനി കാണാം. അങ്ങനെ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞെത്തി. യേശേട്ടൻ അപ്പുറം ഇരിപ്പുണ്ട്, റെസ്റ്റ് എടുത്ത് അവിടെ പോയി പോസ്റ്റായി. പുള്ളി കുറേ നേരം ഇരുന്ന് എടുത്തു, അതുകൊണ്ട് അവിടെ ഇരിപ്പുണ്ട്. ഞാൻ ഇനി ഇച്ചിരി നേരം അച്ചായമ്മച്ചിക്കായിട്ട് വർത്താനം പറഞ്ഞുകൊണ്ട് ഇരിക്കും. ഇച്ചിരി കുറച്ച് ചോറ് മതി. ഞാൻ എടുത്തോളാം, കുറച്ചു നേരം കഴിഞ്ഞിട്ട് എടുത്തോളാം, ഇപ്പൊ വേണ്ട. ആ, കുഴപ്പമില്ല. ഞാൻ ചോറിനാൻ പോവാണ്. ഞാനും അമ്മച്ചും. നികേഷേട്ടൻ കഴിക്കില്ലെന്ന് പറഞ്ഞു. അച്ചായി പിന്നെ കഴിക്കുള്ളൂ. ഞാൻ ചോറ് കൊണ്ട്, അമ്മച്ചി ചപ്പാത്തി കഴിക്കും. അച്ചായി ഇപ്പൊ കഴിക്കണ്ടോ? അപ്പൊ അത് വെച്ച് ബോട്ട് വീട്ടിൽ വെക്കണമെന്ന് കുടിക്കാൻ പാടില്ല. അതിട്ട് കാലിൽ അടി അടക്കം കഴിയണം, മേളിൽ കയറ്റി കഴിയണം, അങ്ങനെ വെറുതെ കൊടുത്താൽ. അപ്പൊ ഇന്നത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് വർത്താനവും ഡിന്നറും എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങളൊക്കെ എടുക്കുകയാണ്. ഓൾമോസ്റ്റ് ഒരു 11:15 ആയിട്ടുണ്ട് ടൈം. അപ്പോൾ ഇനി ഉറങ്ങാനുള്ള പരിപാടിയാണ്. ബാക്കി ഇനി നാളെ എണീറ്റിട്ട് നമുക്ക് ഞങ്ങൾ കുറേ നേരം വർത്താനം പറഞ്ഞിരുന്നു എല്ലാവരോട് കൂടിയിട്ട്. അപ്പൊ രാവിലെ ഇനി എണീറ്റിട്ട് കാണാം അല്ലേ? രാവിലെ കാണാം. ഗുഡ് നൈറ്റ്, മോർണിംഗ്. എല്ലാവർക്കും നമസ്കാരം. രാവിലെ എണീറ്റു, നല്ലൊരു ഉറക്കം ഉറങ്ങിയിട്ട് എണീറ്റു. ഞാനും സോനും കുറച്ച് ശബ്ദത്തിൽ സംസാരിക്കാൻ തോന്നുന്നു അല്ലേ? രാവിലെ എണീറ്റ കാരണം കൊണ്ടാണ്. ഇപ്പൊ എഴുന്നേറ്റേ ഉള്ളൂ. ഇനി ഇന്ന് എന്താ പരിപാടി സോനു? നമ്മൾ കുറച്ച് നേരം കഴിയുമ്പോ ചായ കുടിച്ചിട്ട് എറണാകുളത്തേക്ക് ഇറങ്ങും അല്ലേ? അപ്പൊ നമുക്ക് ചായ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി എറണാകുളത്തോട്ട് പോവാം. വേറെ പരിപാടിയൊന്നും ഇല്ല നമുക്കൊന്ന്. വേറെ ഇന്നിവിടെ പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ല. ഒന്നുമില്ല. എറണാകുളത്ത് കണ്ടിട്ട് നമുക്ക് ചില ആവശ്യങ്ങളുണ്ട്. അപ്പൊ നോക്കട്ടെ അവരൊക്കെ എന്താ ചെയ്യണെന്ന്. അച്ചായ അമ്മച്ചൊക്കെ എന്താ ചെയ്യണമെന്ന് നോക്കി നോക്കിയേ. എണീറ്റുണ്ട്, ഞാൻ കണ്ടു. ലൈറ്റൊക്കെ ഇട്ടത് കണ്ടായിരുന്നു. അവരന്തരാൻ പണിയും. അച്ചായി അമ്മച്ചിനെ അടുക്കളയിൽ സഹായിക്കുന്നു തോന്നുന്നു. രണ്ടാളും കൂടി അടുക്കളയിലേക്ക് പോകണം ഞാൻ കണ്ടു, സൈഡിൽ കൂടെ. പോയി നോക്കി നോക്കി. ഇവിടെ അപ്പം ഉണ്ടാക്കാണ്. ഞാൻ ഉണ്ടാക്കണോ അജി? കള്ളപ്പല്ലോ, വെള്ളയപ്പല്ലേ? ഞാൻ പോയി പല്ല് കഴിക്കട്ടെ. അവനെണീറ്റില്ല അല്ലേ? യാത്ര ചെയ്യുന്നേരം മിക്കവാറും വരും. അമ്മച്ചിയുടെ അടുത്ത് വന്ന് നിൽക്കുവോ, കുറേ ദിവസം നിൽക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പൊ അമ്മച്ചിന് ശരിക്കും ഹിന്ദി സംസാരിക്കാൻ അറിയാം. പക്ഷെ അതിനും പുള്ളി ഹിന്ദിയെ സംസാരിക്കുള്ളൂ, അവിടുത്തെ കാരനായാണ്. അപ്പൊ അങ്ങനെ ഇവിടെ വന്ന് നിൽക്കുമായിരുന്നു, ഇവിടെ വന്ന് ഇഷ്ടമായിരുന്നു. അമ്മച്ചിയുടെ വെള്ളയപ്പവും ചിക്കൻ കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഞങ്ങള് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. നല്ല തടിയുള്ള വെള്ളയപ്പം. വെള്ളയപ്പം ചായ
കുറച്ചുകൂടെ എടുത്ത് ചാറിന്റെ കൂടുതൽ വേണ്ട ഞാൻ എടുക്കാം ഇതിപ്പോ ടിക്കുന്റെ അടുത്ത പോലെ പക്ഷെ എനിക്ക് അതുപോലെ ചെയ്യാൻ മനസ്സിൽ നമ്മുടെ അവിടെയൊക്കെ വെക്കുമ്പോ ചാറ് ഭയങ്കര കൂടുതലുണ്ടാവും. അതെ, അമ്മച്ചി നികേഷിന് ചാറ് വേണ്ട. ഇവിടെ ഇത് അമ്മച്ചി തേങ്ങാപ്പാല് ചേർത്താ. മറ്റേ തേങ്ങാപ്പാല് ചേർക്കാതെ വെക്കുമ്പോ ഈ കുറുകി പോണത്. തേങ്ങാപ്പാല് ചേർത്ത് കഴിഞ്ഞാല് നികേഷിന് ചാറ് വേണമെന്ന് പറഞ്ഞാൽ അമ്മച്ചി ഉണ്ടാക്കിയതാണ്. ഞങ്ങളുടെ എപ്പോഴും ഇങ്ങനെ ഉണ്ടാക്കുക. പക്ഷെ നമ്മളുണ്ടല്ലോ ഈ മുളക് മാത്രം ചേർത്തുണ്ടാക്കും ഇതുപോലെ ചാറ് വന്നില്ല. വാങ്ങണ വഴി ചാറ് വേണം, കുറച്ചു നേരം കഴിയുമ്പോൾ അങ്ങ് പറ്റി പോകും. തേങ്ങാപ്പാല് ചേർക്കുവാണെങ്കിൽ അങ്ങനെ ഉണ്ടാവില്ല. നമ്മുടെ ഇവിടെ ഡ്രൈ ആയിട്ട് വന്ന് വെച്ചപ്പോ എന്താ പോലെ ഇവിടങ്ങളിൽ എല്ലാവർക്കും ഉണ്ടല്ലോ ഇങ്ങനെ ഉണങ്ങിയിരിക്കണ ഇഷ്ടം. പിന്നെ നമ്മൾ ഇതുപോലെ അപ്പത്തിനും കപ്പയ്ക്കൊക്കെ ആണെങ്കിൽ ഇതുപോലെ ചാറായിട്ടുണ്ടാകും. പിന്നെ ഇഷ്ടപ്പെടണ്ടേ? നികേഷന്റെ അമ്മക്കണ വേറൊരു ടേസ്റ്റ് ആണ് ചെയ്ത്. നമ്മുടെ ഇവിടുത്തെ ടേസ്റ്റ് അല്ല, തൃശ്ശൂർക്ക് വേറൊരു ടേസ്റ്റാണ്. അതെ പറ്റി ഓരോ സ്ഥലത്ത് ഓരോ രീതിയാണ്. കോഴിക്കോട് പോയ വേറെ രീതിയില അവന്റെ ചീനകത്ത് കഴിക്കുന്നു, അല്ലെങ്കിൽ പിന്നെ പരവേശം എടുക്കും. വേണ്ടപ്പാ എടുത്തു കൊടുക്കാം. എന്താ പറയുക ഇതന്നെയല്ലേ ഇത് കഴിക്കാൻ പാടില്ല. പക്ഷെ വേറെ ഒന്നും ഉണ്ടാക്കാതെ ചക്കലും കാളും മാത്രം പോകും. ഇത് കഴിക്കാറില്ല. രണ്ടാഴ്ച ആയിരിക്കല്ലേ അടുത്ത പൂജയുടെ അവധിയുണ്ട്. അപ്പ ഇറങ്ങാത് ഞാൻ പറയാം. അതനുസരിച്ച് നീ ലീവ് എടുത്താൽ ലീവ് ഉള്ളപ്പോ നേരത്തെ ഞാൻ മനു ജോലിക്ക് ഇറങ്ങിയതാണ്. എന്നാ തൊടുപുഴയല്ലേടാ? ആ ശരി ശരിയടാ. പിന്നെ അമ്മച്ചിക്ക് ഇതൊക്കെ വയ്യ. ജോലി ഇന്നലെ മുതല് തടസ്സമായി. ഇല്ല അമ്മച്ചി, ഞാൻ ഇങ്ങനെ തന്നെ ചെയ്യാറുണ്ട്. എനിക്ക് ആവശ്യത്തിന് പോകണ്ടേ അല്ലേ? കണ്ണൊക്കെ ചെറുതായിട്ട് വീണു. ഉറങ്ങിയില്ല രാത്രി, ഭയങ്കര ക്ഷീണം. ഒരു സ്ഥലത്തോടെ പോയി ഇരിക്കും ചെയ്ത് കഴിയുമ്പോൾ ചൂടാ. അമ്മച്ചി ഇവിടെ വന്നിരിക്കുകയല്ല. വൈകുന്നേരം രാവിലെയാണെ കുഴപ്പമില്ല. ഭയങ്കര ചൂടായി. മിറ്റിലിട്ട് അബ്ദായിരുന്നപ്പോ തോന്നുവാ മിറ്റ് അടിക്കാനും പാടാ. റബ്ബറിന്റെ കരിയില് മൊത്തം ഇങ്ങനെ വരും. അന്നേരം അടിച്ചാൽ നീങ്ങിയല്ല. അതേസമയം മണ്ണാണെങ്കിൽ നമുക്ക് മുണ്ടി മുണ്ടി അങ്ങ് പോകാം. പക്ഷെ മിറ്റിട്ടില്ലായിരുന്നു, മഴയൊക്കെ പെയ്യുമ്പോ ഇവിടെ ചെളിയാവും. ചെളിയായിക്കോട്ടെ. എന്നാലും ഭയങ്കര ചൂടാവുന്നേ മിറ്റിൽ ചൂടാവുമ്പോ. പക്ഷെ ഇൻസിന്റെ കാര്യം മറന്നു പോരുത് കേട്ടോ. ഇന്ന് എവിടെയാ തൊടുപുഴയോ? ഉത്തരം സാധനം എടുത്തോ വെച്ചേ. ഞങ്ങളങ്ങനെ പോവാൻ ഇറങ്ങിയേക്കാണ്. ഇനി ഇറങ്ങിയാണ്. അപ്പൊ അച്ചായി പുറത്തു പോയി, മനു പുറത്തു പോയി, അമ്മച്ചി മാത്രമേ ഉള്ളൂ. അപ്പൊ ഇനി ഞങ്ങളും പോവാണ്. അമ്മച്ചിയും അച്ചായും മനു കൂടിയിട്ട് അങ്ങോട്ട് വരാന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇനി കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ട്. നാളെ പറഞ്ഞിട്ട് വരാൻ പറ്റിയില്ല, അവരെ ആവശ്യം വന്നു. അതുകൊണ്ട് അപ്പൊ അമ്മച്ചി അങ്ങോട്ട് വരല്ലേ? അപ്പൊ അമ്മച്ചി അങ്ങോട്ട് വരികയാണ് 2 ആഴ്ച. അപ്പൊ ഞങ്ങൾ ഇറങ്ങട്ടെ അമ്മച്ചി. ഞാൻ അവിടെ എത്തിയിട്ട് അങ്ങനെ ഞങ്ങള് തിരിച്ച് ഞങ്ങളുടെ ഫ്ലാറ്റിലെത്തി, എറണാകുളത്ത് എത്തി. അമ്മച്ചീനെ ഇപ്പൊ വിളിച്ചു. ഞങ്ങളിവിടെ എത്തിയെന്നും പറഞ്ഞിട്ട് അമ്മച്ചീനെ വിളിച്ചു. സോനുവിന് വിഷമല്ലേ? പോണ സമയത്ത് ഭയങ്കര സന്തോഷമായിരുന്നു. ഇപ്പൊ തിരിച്ചു വന്നപ്പോ സോനുവിന് വിഷമമായി. അതെല്ലാ തവണ അതുപോലെ തന്നെയാ. പിന്നെ എല്ലാരും കാണാൻ പറ്റി, അതിന്റെ സന്തോഷം. നമ്മള് അവിടെ അച്ചായുടെ അനിയന്റെ വീട്ടിലൊക്കെ പോയില്ലായിരുന്നോ? അവിടെയൊക്കെ പോയി ഒത്തിരി നേരം ഇരുന്നു. എല്ലാരെയും കാണാൻ പറ്റി, അതുകൊണ്ട് സന്തോഷം. പിന്നെ അവരുടെ കയറി താമസത്തിന്റെ പുതിയ വീട് കാണാൻ പറ്റി. അതൊക്കെ പുതിയ ഇതല്ലായിരുന്നു. അതെ. അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മളെ കഴിയല്ലേ? പ്രത്യേകിച്ച് വേറെ ഒന്നും ഇല്ലല്ലോ. വേറെ ഒന്നും പ്രത്യേകിച്ച് പറയാനില്ല. നമുക്ക് ഒരു പുതിയ വീഡിയോ കാണാം. അതുവരെ വീഡിയോയിൽ കാണാം. എല്ലാവരും സുഖമായിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, സമാധാനമായിട്ടിരിക്കുക. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.